സംസ്ഥാനത്ത് ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന വിഭാഗം റേഷൻ വ്യാപാരികളാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്പെഷ്യൽ അരി, എല്ലാ വിഭാഗങ്ങൾക്കും സ്പെഷ്യൽ അരിയുണ്ട്, മണ്ണെണ്ണയുണ്ട്, ആട്ടയുണ്ട്, ഏവൈക്കാരോട് പഞ്ചസാരയുണ്ട്. ഇതൊക്കെ പരാതികളില്ലാതെ കാർഡുടമകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന വിഭാഗം റേഷൻ വ്യാപാരികളാണ്. അതിനിടയിലാണ് പരിശോധനക്കൊന്നും ഞങ്ങൾ എതിരല്ല. ജനമധ്യത്തിൽ വെച്ചിട്ടുള്ള പരിശോധന ഉണ്ട്. കാരണം ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ റേഷൻ സാധനം തൂക്കി കിട്ടുന്നുണ്ടോ ഇത് പരിശോധിക്കാനാണില്ല. കഴിഞ്ഞ ദിവസം ഗോഡൌൺ അരി പുറത്തേക്ക് വിറ്റു. വെഞ്ഞാറമൂട് ഗോഡൌണിൽ നിന്നും കരാറുകാരും തൊഴിലാളികളും കസ്റ്റോഡിയനും കൂടി പുറത്തേക്ക് അരി വിറ്റു. ഇത് കണ്ടുപിടിച്ചു. ഞങ്ങൾക്ക് പറയാനുള്ളത്, അവിടെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഗോഡൌണിൽ CCTV സ്ഥാപിക്കണം, ലോറികൾ GPS സംവിധാനം നടപ്പാക്കണം. ഇതൊന്നും നടപ്പാക്കിയിട്ടില്ല. ഈ അഴിമതി കാണാനോ അവിടെ പരിശോധിക്കാനോ ആരുമില്ലാത്തതാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഓണക്കാലത്തെങ്കിലും ഗോഡൌണിൽ ഒരു പരിശോധന ഉദ്യോഗസ്ഥരെ അവിടെ വെക്കണം. റേഷൻ കടയിലേക്ക് ഗോഡൌണിൽ നിന്നും കൊടുക്കുന്ന സാധനങ്ങൾ യഥാർത്ഥത്തിൽ തൂക്കി വണ്ടിയിൽ കയറ്റുന്നുണ്ടോ, അതല്ലാതെ വീട്ടിൽ നിന്നും എഴുതിക്കൊണ്ടുവന്ന തൂക്കശീട്ടാണോ റേഷൻ വ്യാപാരികൾക്ക് നൽകുന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ റേഷൻ കടയിൽ അരി തൂക്കി കൊടുക്കുന്നുണ്ടോ അത് പരിശോധിക്കേണ്ടത്. ഇതൊന്നും പരിശോധിക്കാൻ ആളില്ലാതെ റേഷൻ കടയിൽ വന്ന് റേഷൻ വ്യാപാരികളെ ജനമധ്യത്തിൽ വെച്ച് അപമാനിക്കുന്ന നടപടി അവസാനിപ്പിക്കണം. നേരത്തെ മിനിസ്റ്ററോട് ഞങ്ങൾ പറഞ്ഞതാണ്. നമ്മളുടെ ഭക്ഷ്യമന്ത്രി അംഗീകരിച്ചു. എന്നാലും ചില ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഇത് തുടരുകയാണ്, നിർബാധം തുടരുകയാണ്. ഒരു മണ്ണെണ്ണയൊക്കെ ഉള്ള സമയത്ത് റേഷൻ കടയിൽ ഭയങ്കര തിരക്കാണ്. സ്പെഷ്യൽ അരി വാങ്ങാൻ തിരക്കാണ്. കാരണം ഓണക്കാലത്ത് ചന്ത വരുന്നതിന് മുമ്പ് റേഷൻ കടയിൽ നിന്നും റേഷൻ വാങ്ങി വെക്കുകയാണ് എല്ലാവരും. അതിന് ഞങ്ങൾ സഹകരിക്കുന്നു. ഭീമമായ പണം മുടക്കി മണ്ണെണ്ണയും മറ്റു സാധനങ്ങളും എടുക്കുന്നു. പക്ഷെ അതിന് മാന്യമായൊരു വേതനമൊന്നും ഞങ്ങൾക്കില്ല. ഓണക്കാലത്ത് ഞങ്ങൾ ഒരു ചുരുങ്ങിയ പൈസയെങ്കിലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബോണസ് ആയാലും അലവൻസ് ആയാലും അഡ്വാൻസ് ആയാലും എന്ത് പേരിട്ടാലും ശരി എല്ലാ വിഭാഗങ്ങൾക്കും സഹായിക്കുന്ന ഒരു സഹായം കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന വ്യാപാരികൾക്ക് നൽകണം. റേഷൻ കടയിൽ യഥാർത്ഥ തൂക്കത്തിൽ പരാതികളില്ലാതെ ജനങ്ങൾക്ക് കൊടുക്കുന്ന റേഷൻ വ്യാപാരികൾക്ക് യഥാർത്ഥ തൂക്കത്തിൽ റേഷൻ ലഭിക്കാനുള്ള നടപടി. ഈ NFSA ഗോഡൌണിന്റെ വൻ അഴിമതി നിരന്തരം ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. ഇത് അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.